കാണിച്ചു ഉറളെ എടുത്ത് ഹാപ്പി വേറെ എനിക്കാണ്. അത് കണ്ടു പിന്നെ ആളെയാ കീഴിലും എന്തരായിരുന്നു കില്ലെടുക്കുന്നേ എങ്ങനെ കില്ലെടുക്കുന്നത് അളിയാ എന്ത് അടി അളിയാ പിന്നുള്ള വേണ്ടലിട്ട് വേണ്ടല്ല അത് ഇത് കേട്ടാ നേരത്തെ അടിച്ച് ഇങ്ങനെയാണ് മറ്റേ സ്മോക്കിന്റെ ഇടയിൽ ഇവിടെ പറയുമ്പോ ഉമ്മ വെച്ചതാ 1 2 3 4 ഒരു വരയില് 3 പേരൊക്കെ കിട്ടി. അത്രേ ഉള്ളൂ വെച്ചോ, അത്രേ ഉള്ളൂ. കണ്ടില്ലേ എല്ലാം ഓക്കെ ആയിരുന്നു. അതെങ്ങനെ ഉണ്ടായില്ലെന്ന് പോയി കേട്ടോ. വിളിക്ക് മുത്തുമണി എങ്ങനെ വെച്ചാൽ കണ്ടില്ലെന്ന് ഞാൻ കണ്ടില്ല. ഇവിടെ പാട്ടൊക്കെ ഉണ്ടല്ലേ, എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. പാട്ടോ ഇടാൻ അമ്മയോട്ട് മാറ്റിയപ്പോ പാട്ടില്ല. പാട്ട് ഓഫാക്കി അല്ല അത് പോയി. പാട്ടിന്റെ പുതിയതിട്ട് മെയിനെ മോനെ ഇട്ടോട് അവനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പോലെ ക്ലിപ്പ് ഉണ്ടല്ലോ വെറുതെ. ഇതിനെ ഫുഡിന്റെ കാര്യം പറയല്ലേ, 4 മണിക്കൂർ എടുക്കും ഒരു ഫുഡ് കഴിച്ചീരെ. മനുഷ്യൻ തന്നെ ഇത് എൻജോയ് ചെയ്തിട്ട് മെയിൻ ഫുഡ് കഴിക്കാന്ന് പറയുമ്പോ ഫുഡ് കഴിക്കുന്ന പോലും ഇല്ല. അവിടെ ഫുഡ് ഉണ്ടാക്കല് തുടങ്ങിയിട്ടേ ഉണ്ടാകത്തുള്ളൂ. ടെക്നിക്ക് അളിയാ വെറുതെ നിന്റെ വ്ളോഗും ബ്രോഡ്കാസ്റ്റിന്റെ ഇവനെ അതൊന്ന് അറ്റൻഡൻസ് നപ്പാക്കൂ. അത് ലുപ്പിയാക്കി എനിക്കൂടെ ഒരു തരേ ബസ് കളിക്കുന്ന ബസ് കളിക്കുന്നത് എന്താ ചെയ്യട്ടെ. കീബോർഡിൽ എങ്ങനെ കീബൈൻഡ് അല്ല എടാ രസമൊന്നുമില്ല. പക്ഷെ ഇത് പ്രാന്ത് വരുന്നുണ്ട് എനിക്ക്. എന്താ പറയാ, വന്ന ടീമാണെങ്കിൽ ഒരുമാതിരി മൂഞ്ച ടീം. കൺട്രോളർ ഇട്ടോടാ. പറ്റൂ 7-ാം തീയതി എടുക്കും കൺട്രോളർ. അതാരാണ് ഈ റീല് PC വന്നിട്ട് റീലാണെന്ന് ഭരതേക്ഷനെ കണ്ടേ അവനല്ല. മറ്റേത് കളിക്കുന്നുണ്ട് ഒന്ന് കളിക്കേ. ഇതിന്റെ ഇടയിൽ കടക്കാൻ നോക്കുമ്പോ കിടന്നൊന്നിനെ ഞാൻ വിളിക്കും ഇരുത്തി. ഇതെന്തര് ചെയ്ത് വെച്ചേക്കണേ ഐശി. എന്ത് ഓത്ത ബിൽഡിംഗ് ആക്കി കേട്ടതിന്. എന്റെ വീട് തൊടൂലല്ലോ, കൈവെട്ടല്ലോ. പക്ഷെ ഈ വീടിരിക്കുന്ന പോച്ച തൊട്ട് സിമെന്റ് വരെ സ്പോൺസർ ചെയ്തത് വെയിനോപ്പി, അതായത് ചേർക്കാൻ.
അല്ല ഈ റൂമിൽ ആരാണ് സ്പോൺസർ ഇന്ത്യയിലോട്ടൊരു കള്ള റൂം അങ്ങനെയല്ല ഞാൻ നേരത്തെ ഇവിടെ ഒരു ബങ്കറോ അല്ല ജസ്റ്റ് ഒരു സ്റ്റോറേജ് റൂം സെറ്റ് ആക്കാനൊക്കെ ഇവിടെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ അത് സെറ്റ് ആക്കാൻ വേണ്ടി ഇവിടെ കുഴിച്ച് ഇങ്ങനെ വന്നപ്പോ ഇവിടെ ഒരു സാധനം വാതില് എന്താണ് 2 റൂമൊക്കെ ഒരുമിപ്പിച്ചേക്കണ വന്നപ്പോ അത് ഇവിടെ വെയിറ്റ് ഇനിയിപ്പോ ഒരു യുദ്ധം നടന്നാൽ ഇറങ്ങി അങ്ങോട്ട് പറയുന്നേ കോയിൻസിഡൻസാ. എടാ അവിടെ തരുന്ന വന്നപ്പോ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. കൊണ്ടാലോ ഞാൻ എടുത്തോട്ടെ. പുണ്ടച്ചനായാലും തൊട്ട് അതിന്റെ അണ്ടി വെട്ടി ഞാൻ പിഷ്ടാക്കി ഇടും. അല്ലെ ഞാൻ വേറെ 2 മീനെ തരാം. നീ ഒരു ഉണ്ണയും തരണ്ട, നീ ആ മീൻ എടുക്കണ്ട, അത്ര തന്നെ. മറ്റേ ഇമാനെ നിന്റെ കട ഉണ്ടായിരുന്നോ മോനെ? ഇല്ല. എല്ലാരും നോക്കണേ. ഇതങ്ങനെ ചെറുതാക്കൂടാ ഇവാനെ ഈ കോർഡിനേറ്റ്സ് ഒക്കെ. അത് എസ്കേപ്പ് അടി എന്നിട്ട് വരുമ്പോ ഇട്ടാ ചേട്ടാ വീഡിയോ സെറ്റിംഗ്സ് GUI സ്കെയിൽ കണ്ടോ? അതാ ലെഫ്റ്റ് 4ാമത്തെ. എവിടെ കട? ഈ ഹോട്ടലാണോ? എന്തിനാണ് എല്ലാരും ഈ ഹോട്ടല് ഓയൊക്കെ പണിയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മൈൻക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് എന്താണ് ഉപയോഗം? എല്ലാരും പിന്നെ നമ്മളുണ്ടാക്കിയില്ല, അവര് ബ്രീഡ് ചെയ്യണോ? ഇല്ല. സോറി, ഞാൻ മ്യൂട്ടായിരുന്നു. ഒന്നുകൂടി ഇപ്പം കേക്കാം. പേര് കണ്ടില്ല, പെയിനല്ലേ കാണിക്കുന്നത്. കടയുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞില്ലേ? ഭയങ്കര വലിയ കട. കൊള്ളാലോ. എന്ത് കടയാണ് ഇത്? ബേക്കറി. പിന്നെന്തിനും ഹോട്ടലിന് കൊടുത്തേക്കണേ? 6-7 പിന്നെ കട പണിതങ്ങ് വെച്ചില്ലേ ഞാൻ. അത്രേ ഉള്ളൂ. ഹോട്ടൽ ഓണർ അല്ല, കഫേ ഓണർ, സോറി. ചോക്ലേറ്റ് ഇത് തന്നെ ഇതോ? ഏതോ മൊണ്ണയാണ് കളിക്കുന്നത്. ആർക്കോ കാണണം. ഒരു ഭൂമി വരെ ഉണ്ടാക്കി, അതറിയോ നിങ്ങള്? അത് കണ്ടിട്ടുള്ളത് അതിനവിടെ സീൻ പഠിക്കാൻ വേണ്ടി ഇത് ഇറക്കി വെച്ചിട്ടുണ്ട്. കപ്പിൾസിന് ഒരു പ്രൈവസി കൊടുക്കുക. അവനെ അടിച്ചടാ. എന്റെ റൂം ഉണ്ടോ? അതായിരുന്നു ആദ്യത്തെ പാട്ടത്തെ. പിന്നെ ഇപ്പൊ പാട്ട് പാട്ടൊക്കെ എടാ മണ്ടത്തരം കാട്ടിയടാ, ഗോൾ അടിച്ചടാ. നിറച്ചില്ല. ഞാൻ അയംകുളത്തിനെ സ്പോൺ ചെയ്യാൻ പോട്ടെ. ഇവിടെ ചെസ്റ്റ് എന്താ മോട്ടിക്കുന്ന കൊണ്ടുവച്ചു? അല്ല, എന്തേലും അവന് കിട്ടും. പറിച്ചെടുത്തോണ്ട് പോകുന്നതാ. പറഞ്ഞൊക്കെ പറിച്ചെടുത്തോണ്ട് പോകുന്നതാ. ഭരതേട്ട ഇത് താഴെ വന്ന് നോക്കണേ. ഈ റൂമിന്റെ അടിയിലാണോ താഴത്തെ? പറിച്ചില്ല, അവിടെ ഉണ്ട്. ഇതൊന്നുമില്ല. ഇനിയിപ്പോ എന്താ വെച്ചാൽ അവ എടുത്തിട്ട് മറ്റേ റൂമില്ല അവിടെ ഇരിക്കുന്നത്. ഇല്ല, ഞാൻ സുമന്നിട്ട് പൂശും. ഇതൊന്നും കത്തൂല. ഇതിന്റെ ബ്ലോക്ക് മറ്റേതല്ലേ, നെബറല്ലേ? ഭരതേട്ട ഒരു 50 TNT എടുത്ത് ഇവിടെ ചുറ്റിനും പൊട്ടിക്കാം. എടാ നീയൊക്കെ അത് കേറിയപ്പോ എന്നോട് പറഞ്ഞില്ലല്ലോ. നീ എന്തിനാ എന്നെ പിടിക്കുന്നതിന്?
ഇപ്പൊ ബസ് കുനിഞ്ഞല്ലേ വന്നത് മിണ്ടണ്ട നീ അല്ല ബസ്സിലൊക്കെ കുനിഞ്ഞു വന്നാലൊന്നും ഇപ്പൊ എന്റെ അടുത്ത് മിണ്ടണ്ട. ഓ ഇരുന്ന് കൊടുത്തു. ബാംഗ്ലൂരായിട്ട് എക്സ്പീരിയൻസ് അറിയുന്നില്ല. ഒരു പാട്ടിട്ടേ ഇതിന് എന്താ ലൂക്ക് 2 ചേച്ചിയുടെ ഫോട്ടോ വെച്ചേക്കാ ഞാൻ പോയിട്ട് നീയല്ലേ വെച്ചേക്കണേ എവിടെ ഇതാ നിന്നോ ഇട്ടേ നോക്ക് വായിച്ചേ ഇവിടെ വന്നിട്ട് കേറി വാ മയിലേ. വെറുതെ ഇട്ടിട്ടില്ലേ ഞാൻ ബസ്സിൽ എന്താ ചെയ്യാൻ അയ്യോ ഇവിടുന്ന് താഴെ ഇറങ്ങും. അല്ലെ ആ വഴി നേരെ പോയി താഴെ ഞാൻ മൊബൈലിൽ വന്ന് നോക്കുമ്പോ ഉണ്ട് 2 ചേച്ചിന്റെ ഫോട്ടോ നിക്ക എടാ കളിക്കാൻ അറിയാതെ ഒരുത്തൻ നല്ല അക്കൗണ്ടും വെച്ച് വന്നിട്ട് എന്നെ ഇതാക്കാൻ നോക്കുന്നതാ. പുറത്തോട്ട് നോക്കിട്ടാണ് ഫോട്ടോ എടുക്കാറ്. ബ്രോ ബസ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല, കോളേജിൽ കിടക്കുമായിരുന്നു ബസ്. അതിന്റെ തൊട്ടപ്പുറത്ത് 2 സൈഡിലും വേറെ വേറെ ബസ്. ഇപ്പൊ അങ്ങനെ ഫോട്ടോ ഒന്നും എടുത്തുകൂടെ കേട്ടോ, ആരേലും പിടിച്ചാ നിന്നെ കൊണ്ടു. ഇതാണാ ചോദിക്കാണ്ട് ഫോട്ടോ എടുക്കണേ. എന്തോ ആരൊക്കെ GTA വെയിൻ മാത്രം, ഞാനല്ല. എന്റെ ഒരു 90 ചേട്ടാ. എടാ മണ്ടനടാ. ഞാൻ ഇന്നലെ മുതലേ ഉണ്ടാക്കാൻ പറ്റിട്ടുണ്ട്. എന്റെ കളി കണ്ടോട്ടോ പൊട്ടനാടാ. ഞാൻ സർവർ അപ്പാന്ന് പറഞ്ഞില്ലേ, എന്തായാലും കേറി വെക്കാന്ന് വിചാരിച്ചു പുതിയ സർവർ. അല്ല പുതിയ സർവറിൽ കേറി വെച്ചേക്കല്ലോ. നീ ഏറണേ കേട്ടാ. എന്റെ എനിക്കൊരു 1 കോടി രൂപ ഏറണേ. 1 കോടി കാണത്തില്ലേ, എനിക്ക് 10 ലക്ഷം വലിയ കാണത്തുള്ളൂ. അത് തന്നാ മതി. ഏതാ സർവർ? അത് എക്കണോമി മാറ്റി, എക്കണോമി കുറയ്ക്കുക. എനിക്ക് 5 ലക്ഷം തരും, അപ്പൊ ഒരു CR ആവും. പിന്നെ ഉറപ്പായിട്ടും തരാം നിനക്ക്. നിനക്ക് എല്ലാം തരാം എല്ലാം തരാം. ആദ്യം നീ മാസല്ലല്ലോടാ, ഏതായിരുന്നു ഇനി മാസം എന്ന് പറഞ്ഞപ്പോ അയ്യോ സിറ്റുവേഷനൊക്കെ ഓർമ്മയായിരുന്നു. സിഎമ്മിന്റെ അടുത്ത് പോയിട്ട് നേരെ ഫ്രണ്ട് വാതിലിട്ട് ഇങ്ങനെ മുട്ടണം. അപ്പൊ അവിടെ നിന്ന് വെള്ളം മുടിയിട്ട പയ്യ ഇറങ്ങി വരും. ആ വെള്ളം മുടിയിട്ട പയ്യനെ അവിടെ നിന്ന് കിണ്ടാൻ പോകാണെന്ന് പറഞ്ഞത്. കുഴപ്പമില്ല. ഓ അപ്പൊ തിരക്കുന്നുണ്ട് നീ ഇപ്പോഴും. ഓഹോ പിന്നെ മറ്റേതിട്ടേ പാട്ടിട്ടേ ഇപ്പൊ ഇട്ടേ ഞാൻ 2 വലിയ മീനത്തില്ലോ. ഞാൻ ഒരു നീളമുള്ള ഒരു മീനെ തരാം. എന്റെ 3 മീനുള്ള മീനുണ്ട്, അത് ഞാൻ തരാം. ഭരതേട്ടാ ഇതാ മീനിനെ തരാന്ന് പറയുന്നത് പൊക്കോ. വേണ്ടിയല്ലേ ഇപ്പൊ മറ്റേ റൂം വരെ കണക്ട് ആക്കിയേ, പൊക്കോ. അവൻ ഈ അവസരം കാത്തിരിക്കരുത്. ഇന്ന് രാത്രി ഇല്ല, നിന്റെ റൂമിലുള്ള ഒരു തളവരും കേട്ട ഭരതേട്ട എന്നിട്ട് അത് കോയിൻസിഡൻസ് അതൊക്കെ പറഞ്ഞപ്പോഴാ ആള് കള്ള, ആള് കരണ്ടി പോയതല്ലേ. നോക്കിയതാ അവൻ എന്തിനാ അവൻ ഇപ്പഴാ ഇൻസ്റ്റാൾ ചെയ്യണ മൈൻക്രാഫ്റ്റ്.
നീ താ- ഇല്ല വീണെ ഞാൻ മിക്കവാറും ഒരു ദിവസം കത്തിച്ചു കൊല്ലും കേട്ടാ. എടാ അത് എന്ത് സ്വന്തം അല്ല ഇങ്ങോട്ട് നമ്മളടിക്കാത്ത എന്താ എടാ, നീ ആണോ കേട്ടുന്നേ? ഇന്നാണോ നീ കേട്ടുന്നേ? എടാ മയില് അയൽക്കൂട്ടത്തിന് അടിച്ച് നമ്മളെ തിരിച്ച് ഓടി വന്ന് അടിക്കുന്നതാണ് സാധാരണ. അപ്പൊ പിന്നെ അറിയാലോ, പിന്നെ എന്തിനു മുമ്പാ നിന്നോട് അടിച്ചത്? പക്ഷെ എന്നെ അടിച്ചില്ലത്. ഭരതേട്ടന് ഇഷ്ടപ്പെട്ട് അത്ര തന്നെ. ഭാരതേട്ടന് കൂലി ഞെറ്റൊന്നുമില്ല. നിങ്ങൾ മറ്റേ വെട്ടി വെട്ടി മറ്റേ ഇതായിട്ടല്ല പോകുന്നത് ഇവിടെ. നിങ്ങളെ ഞെട്ടി വരുമ്പോഴത്തേക്ക് അത് കളിച്ചോളൂ. നിങ്ങൾ പേടിക്കണ്ട. അല്ലേ ഏത് സോങ് ആണ് പറഞ്ഞത് നീ? ഹലോ മറ്റേ ഹലോ രണ്ട് അയൺ തരട്ടെ സ്വാഗ് സോങ് ഇല്ലേ, റഹ്മാന്റെ സ്വാഗോ? സോങ്. ആ സ്വാഗ് സോങ് നോക്കട്ടെ. ദുരന്തർ അല്ലേ? ആ ദുരന്തരത്തെ ദുരന്തർ. സ്വാഗതം അല്ലേ വീട്ടിൽ? ഇന്ന് അടിച്ചോടാ അത്. അത് ഒരു വരിയിലും പാടി കൂടണം എനിക്ക്. സോറി ബ്രോ, സ്ക്രീൻ റെക്കോർഡിംഗ് ആണ്, പാടാൻ പാടില്ല. ശരി. നീ ഇതിന് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നേ? റിസൾട്ട് അടിക്കുക. അയ്യേ, ഇതല്ല. ജോക്കറാ? ഉണ്ട്. സൂപ്പർ. എടാ ഇട്ട് അടിക്കാറാ കൊച്ചു കുതിക്കണ്ണ. ആരെ വന്നേ? എടാ ലൈഫിൽ അടിക്കാറാ മയിലേ. എടാ മറ്റേ ഗാങ് ലീഡറിന്റെ സോങ് ഇല്ലേടാ, ആരെ? ഗാങ് ലീഡറിന്റെ സോങ് ഇല്ലേ ഇത്തെ, റഹ്മാന്റെ. കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല മോനെ. വെയിൻ അറിയാലോ. മോനെ എനിക്കറിയാം, ആയിട്ട് തരാം. നീ എന്തോ പറയണ? അങ്ങേർക്ക് എന്തേ പേപ്പർ മൈ ലൈഫ് മൈ റൂൾസ്. അല്ല അത് കഴിഞ്ഞിട്ട് എന്താണ്? ഇതൊന്നും ഇല്ല. രണ്ട് ചെറിയല്ല. മെയിനെ ആ മാപ്പിന്റെ കേസ് പറഞ്ഞപ്പോ നമുക്ക് നമ്മളെ വേൾഡ് മാപ്പ് വരച്ചാലോ? അത് വരയ്ക്കാൻ പറ്റുമോ? അതിനാണ് ഞാൻ ചോദിച്ചത്. അയ്യോ അത് അലിമാല രാരി നല്ല പാട്ടുമല്ലോ. അത്രയുള്ളൂ. അതാ ഞാൻ പറഞ്ഞ സോങ്. ആ ഉറി, ഞാൻ എനിക്കിഷ്ടമുള്ള പാട്ട്. ഏത് അലിമോലയാ? അല്ല പിന്നെ